അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ റോവൻ ആറ്റ്കിൻസനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഈ പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പലർക്കും സംശയം ഉണ്ടാവും, ആരാണ് റോവൻ ആറ്റ്കിൻസൺ എന്ന്. പക്ഷേ മിസ്റ്റർ ബീൻ എന്നുള്ള പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് മിസ്റ്റർ ബീൻ ആരാണെന്നുള്ളത്. അപ്പോൾ മിസ്റ്റർ ബീൻ്റെ വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു കഥയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ കേൾക്കാത്ത കഥകൾക്കായി കാതോർക്കാം. ലെറ്റ് ദ സ്റ്റോറി ബിഗിൻ. നമ്മൾ പല മഹാന്മാരുടെ കഥ നോക്കുമ്പോഴും അവരൊക്കെ വളരെ താഴ്ന്ന നിലയിൽ നിന്ന് വലിയൊരു രീതിയിൽ പൊന്തി വന്നവരായിരിക്കും. അതുപോലെ തന്നെയാണ് നമ്മളെ റോവൻ ആറ്റ്കിൻസൺ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിയും. 1955 ജനുവരി 6 ഇംഗ്ലണ്ടിലെ ഒരു കർഷകൻ്റെ മകനായിട്ടാണ് റോവൻ ആറ്റ്കിൻസൺ ജനിക്കുന്നത്. പഠനത്തിൽ നല്ല മിടുക്കനാണെങ്കിലും സ്കൂളിലൊക്കെ പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൊക്കെ അദ്ദേഹത്തെ വളരെയധികം കളിയാക്കിയിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ മുഖവും അദ്ദേഹത്തിൻ്റെ ഭാവങ്ങളും അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആയിരുന്നു അദ്ദേഹത്തെ കളിയാക്കാൻ ആളുകൾ ഉപയോഗിച്ചിരുന്നത്. ആ കൂട്ടത്തിൽ കളിയാക്കിയിരുന്ന ഒരാളായിരുന്നു മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിട്ടുള്ള ടോണി ബ്ലെയർ എന്ന് പറയുന്നവരും. കാരണം ഇവർ രണ്ടുപേരും ക്ലാസ്മേറ്റുകളായിരുന്നു. പക്ഷേ ഇന്നത്തെ കാലത്ത് ടോണി ബ്ലെയറിനേക്കാളും കൂടുതൽ ആളുകൾക്ക് അറിയുന്നത് മിസ്റ്റർ ബീനെ ആണെന്നുള്ളതാണ് ഏറ്റവും കൗതുകരമായിട്ടുള്ള കാര്യം. അന്ന് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് കൂട്ടുകാരൊക്കെ ഇങ്ങനെ അത്യധികം അദ്ദേഹത്തെ പരിഹസിക്കുന്നത് കൊണ്ട് അദ്ദേഹം കൂടുതൽ പഠനത്തിലായിരുന്നു ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. അദ്ദേഹം എത്ര നന്നായിട്ട് പഠിച്ചാലും അദ്ദേഹത്തിൻ്റെ ടീച്ചേഴ്സ് പറഞ്ഞിരുന്നത് നീ ഒന്ന് പഠിച്ചിട്ട് എവിടെയും എത്താൻ പോകുന്നില്ല എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു. പക്ഷേ ആ ടീച്ചേഴ്സിൻ്റെയൊക്കെ എല്ലാവരുടെയും വാദങ്ങൾ പൊളിച്ചടക്കിക്കൊണ്ട് അദ്ദേഹത്തിന് കോളേജിലേക്ക് സീറ്റ് കിട്ടിയത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലായിരുന്നു. അത്രക്കും നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു റോവൻ ആറ്റ്കിൻസൺ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ഇലക്ട്രിക് എഞ്ചിനീയർ ആവാൻ വേണ്ടിയിട്ട് പഠിക്കുന്ന ഈ ഒരു കാലത്താണ് അദ്ദേഹത്തിന് ആക്ടിംഗ് എന്നുള്ള മേഖലയിലേക്ക് പോകാനുള്ള ഒരു ആഗ്രഹം തോന്നുന്നത്. അതിന് കാരണമായിട്ടുണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ മുഖം കണ്ടിട്ട് ആരും ചിരിക്കുന്നില്ല എന്നായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ മുഖം കാണുമ്പോൾ എല്ലാവരും കളിയാക്കി ചിരിക്കുക എന്നല്ലാതെ അദ്ദേഹത്തിന് നല്ല രീതിയിൽ ചിരിക്കാൻ ആരും അദ്ദേഹത്തോട് ചിരിച്ചിരുന്നില്ല. പക്ഷേ ആളുകൾ തന്നെ നോക്കിയിട്ട് നല്ല രീതിയിൽ ചിരിക്കണം, തന്നെ റെസ്പെക്റ്റ് ചെയ്യണം എന്നുള്ളതുകൊണ്ട് അദ്ദേഹം ഒരു നടനായിട്ട് മാറാൻ ആഗ്രഹിക്കുകയായിരുന്നു. അങ്ങനെ ഓക്സ്ഫോർഡിൽ പഠിക്കുന്ന കാലത്ത് അദ്ദേഹം ഒരുപാട് കോമഡി ഗ്രൂപ്പിൻ്റെ ഒക്കെ ഒപ്പം ഒരുപാട് ആക്ടിങ്ങിനൊക്കെ പോകുമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് വിക്കുള്ളത് കാരണം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ മുഖം അങ്ങനെയതുകൊണ്ട് അദ്ദേഹത്തിന് ആരും ഒരു ചാൻസ് പോലും നൽകിയില്ല. ഈ സമയത്തൊന്നും തളരാതെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അദ്ദേഹത്തിനുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അദ്ദേഹം നല്ലൊരു ആക്ടറായിട്ട് മാറിയിട്ട് ലോകത്ത് മുഴുവൻ അറിയപ്പെടണം എന്നുള്ളൊരു ആഗ്രഹം, ആളുകളൊക്കെ ചിരിപ്പിക്കണം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം. അതുകൊണ്ട് തന്നെ ഹാസ്യ നടനാകാനായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം. അങ്ങനെ പഠനത്തിനും അദ്ദേഹത്തിൻ്റെ ഡിഗ്രി ഒക്കെ എടുത്തതിന് ശേഷം അദ്ദേഹം ഒരുപാട് തവണ ഇങ്ങനെ ആക്ടിങ്ങിന് വേണ്ടിയിട്ട് പല ചാനലുകളിലേക്കും പോയി നോക്കിയിരുന്നു. പക്ഷേ എല്ലാ ചാനലുകളും അദ്ദേഹത്തെ റിജക്റ്റ് ചെയ്തു. അവരൊക്കെ പറഞ്ഞിരുന്നത് തനിക്കൊരു ഹീറോ ആകാനുള്ള മുഖമില്ല, അതുപോലെ തനിക്ക് വിക്കുണ്ട്, അതുകൊണ്ട് തനിക്ക് ഡയലോഗുകളൊന്നും ഇല്ല എന്നുള്ളതാണ്. പക്ഷേ ഈ കാര്യങ്ങളൊന്നും കേട്ടിട്ട് റോവൻ ആറ്റ്കിൻസൺ എന്ന് പറഞ്ഞ മിസ്റ്റർ ബീൻ ഒരിക്കലും തളർന്നില്ല. അദ്ദേഹത്തിന് പറ്റിയ ഒരു കഥാപാത്രത്തെ അദ്ദേഹം തന്നെ ഉണ്ടാക്കി. അതായത് ഒരുപാട് ഡയലോഗുകൾ ഇല്ലാത്ത അദ്ദേഹത്തിൻ്റെ മുഖം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള ഒരു കഥാപാത്രത്തെയാണ് അദ്ദേഹം നിർമ്മിച്ചെടുത്തത്. അതിനായിട്ട് അദ്ദേഹം ഒരു കഥാപാത്രത്തെ നിർമ്മിച്ചിട്ട് പേരിട്ടു മിസ്റ്റർ കോളിഫ്ലവർ എന്ന്. പക്ഷേ ഈ കോളിഫ്ലവർ എന്നുള്ള പേര് അദ്ദേഹത്തിന് പിടിച്ചില്ല. അതുകൊണ്ട് പിന്നെ അദ്ദേഹം മാറ്റിയിട്ടിട്ടു മിസ്റ്റർ വൈറ്റ് എന്ന്. ഈ പേരും അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. അതിനുശേഷം അദ്ദേഹം ഒരു പേരിട്ടു, അതാണ് മിസ്റ്റർ ബീൻ. ഇന്ന് ലോകത്തുള്ള എല്ലാവർക്കും അറിയുന്ന ഒരു കഥാപാത്രമാണ് മിസ്റ്റർ ബീൻ എന്ന് പറയുന്ന കഥാപാത്രം. ഈ കഥാപാത്രം ഹിറ്റായതോടെ അദ്ദേഹം തെളിയിച്ചത് ഒരു നല്ല മുഖമോ അല്ലെങ്കിൽ നല്ലൊരു ബോഡി ഷേപ്പോ വേണ്ട, ഒരു ആക്ടർ ആവാൻ ഒരു നല്ല മനസ്സും കാര്യങ്ങളെല്ലാം ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുള്ള ഒരു ചങ്കൂറ്റത്തോടെ മുന്നേറിയാൽ മാത്രമേ ഒരു നല്ല രീതിയിൽ എത്താൻ പറ്റൂ എന്നുള്ള കാര്യം അദ്ദേഹം തെളിയിക്കുകയായിരുന്നു. മിസ്റ്റർ ബീൻ എന്ന് പറയുന്ന ഈ ഒരു കഥാപാത്രത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ വെറും 15 എപ്പിസോഡുകൾ മാത്രമാണ് ഈ ഒരു കഥാപാത്രം ചെയ്തിട്ടുള്ളത്. പക്ഷെ അതുകൊണ്ട് തന്നെ ലോകത്ത് തന്നെ ഏറ്റവും നല്ലൊരു ഹാസ്യ നടനാകാൻ അദ്ദേഹത്തിന് സാധിച്ചു. മിസ്റ്റർ ബീൻ്റെ ഈ സീരീസുകളിൽ നമ്മൾ പലതും നോക്കിയാൽ മനസ്സിലാവും, അദ്ദേഹം പല ഏടാകുടത്തിലും പോയി ചാടുകയും അതിവിദഗ്ധമായിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടുന്നത് നമുക്ക് കാണാം. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ റിയൽ ലൈഫിൽ അദ്ദേഹം രക്ഷപ്പെട്ട ഒരു സന്ദർഭമായിരുന്നു 2001 അദ്ദേഹത്തിൻ്റെ ഫാമിലി ആയിട്ട് ഒരു പ്രൈവറ്റ് ജെറ്റിൽ പോവുകയായിരുന്നു. ഈ സമയത്ത് പെട്ടെന്ന് ഈ പ്ലെയിൻ ആടാൻ തുടങ്ങി. അങ്ങനെ അദ്ദേഹം കോക്പിറ്റിലേക്ക് പോയി നോക്കിയപ്പോഴാണ് മനസ്സിലായത് അവരുടെ പൈലറ്റ് ബോധരഹിതനായിട്ട് കിടക്കുകയായിരുന്നു. ഈ സമയത്ത് നമ്മളാണെങ്കിൽ ആകെ പേടിച്ചിട്ട് അല്ലെങ്കിൽ ആകെ വല്ലാണ്ടായിട്ട് എന്തെങ്കിലുമൊക്കെ പരിഭ്രാന്തപ്പെട്ട് ചെയ്യുകയായിരിക്കും. പക്ഷേ മിസ്റ്റർ ബീൻ ചെയ്തത് മറ്റൊരു കാര്യമായിരുന്നു. അദ്ദേഹം പെട്ടെന്ന് തന്നെ പൈലറ്റിനെ അവിടെ നിന്ന് എടുത്തു മാറ്റിയിട്ട് അദ്ദേഹം ആ സീറ്റിലേക്ക് ഇരിക്കുകയും ആ പ്ലെയിൻ ഓപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങുകയും ചെയ്തു. കാർ ഓടിക്കാൻ മാത്രം അറിയുന്ന അദ്ദേഹം അന്ന് ഓടിച്ചിരുന്നത് പ്ലെയിനാണെന്ന് ഓർക്കണം. അന്ന് പൈലറ്റിന്റെ ബോധം തിരിച്ചു കിട്ടുന്നത് വരെ അദ്ദേഹമായിരുന്നു ആ പ്ലെയിൻ ഓപ്പറേറ്റ് ചെയ്തിരുന്നത്. അതുവരെ ഒരു കുലുക്കവും ഇല്ലാത്ത നല്ല രീതിയിൽ തന്നെ അദ്ദേഹം ആ പ്ലെയിൻ ഓപ്പറേറ്റ് ചെയ്തെന്നുള്ളത് പ്രശംസനീയമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ സ്വന്തം ജീവിതത്തിലും ഇദ്ദേഹം ഇതുപോലത്തെ ഫണ്ണി ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു കൂടുതലും ചെയ്തിരുന്നത്. മിസ്റ്റർ ബീൻ എന്നുള്ള ഈ സീരീസിൽ നമുക്കറിയാം അദ്ദേഹത്തിന്റെ കാറിന്റെ മേലെ ഒരു സോഫ കയറ്റി വെച്ചിട്ട് പോകുന്ന ഒരു സീന്.
അതുപോലെ തന്നെ അദ്ദേഹം മിസ്റ്റർ ബീന്റെ 25ാം വാർഷികത്തിന്റെ അന്ന് അദ്ദേഹത്തിന്റെ ആ പച്ച കാറിന്റെ മുകളിൽ സോഫ കയറ്റി വെച്ചിട്ട് പ്രകടനം നടത്തിയിട്ടായിരുന്നു അത് ആഘോഷിച്ചിരുന്നത്. കാറുകളുടെ കാര്യം പറയുകയാണെങ്കിൽ ഇദ്ദേഹത്തിന് കാറുകളോട് വല്ലാത്തൊരു ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് തന്നെ പല സ്പോർട്സ് കാറുകളും ഇദ്ദേഹം സ്വന്തമാക്കിയിരുന്നു. വെറും സ്വന്തമാക്കിയിട്ട് കളക്ട് ചെയ്യൽ മാത്രമായിരുന്നില്ല ഇദ്ദേഹത്തിന്റെ പണി എന്ന് പറയുന്നത്. ഇദ്ദേഹം എല്ലാ കാറുകളും ഓടിക്കലുമായിരുന്നു ഇദ്ദേഹത്തിന്റെ പണി. അതുകൊണ്ട് തന്നെ ഒരുപാട് തവണ ആക്സിഡന്റ് ആയിട്ടുള്ള ഒരാളുമാണ് അദ്ദേഹം. 2011 അദ്ദേഹത്തിന്റെ കാറ് ആക്സിഡന്റ് ആയതാണ് ലോക പ്രശസ്തി ആർജിച്ച ഒരു കാര്യം. കാരണം അന്ന് വരെ ബ്രിട്ടനിൽ കൊടുത്തിരുന്ന ഇൻഷുറൻസിന്റെ ഏറ്റവും വലിയ തുകയായിരുന്നു അദ്ദേഹത്തിന് കൊടുത്തിരുന്നത്. അതായത് അന്ന് $1.4 മില്യൺ ആയിരുന്നു വണ്ടി അടിച്ചതിന് ഇൻഷുറൻസ് ആയിട്ട് അദ്ദേഹത്തിന് കിട്ടിയത്. ബ്രിട്ടനിൽ തന്നെ ഇത്രയധികം ഇൻഷുറൻസ് ലഭിച്ച മറ്റൊരു വ്യക്തി ഇല്ല എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം മിസ്റ്റർ ബീൻ എന്ന് പറയുന്ന ഈ ഒരു സീരീസ് കൊണ്ട് ഏകദേശം $130 മില്യൺ വരെ സമ്പാദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ കൗതുകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അതായത് അദ്ദേഹത്തിന് വിക്കുണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ മുഖം നല്ലതല്ല, അപ്പോൾ അതിന് പറ്റിയൊരു കഥാപാത്രത്തെ അദ്ദേഹം തന്നെ നിർമ്മിച്ചെടുത്തു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. മിസ്റ്റർ ബീന്റെ ജീവിതം നമ്മളോട് പറയുന്നത് നമ്മുടെ നെഗറ്റീവുകളുടെ പോസിറ്റീവുകളാക്കിയിട്ട് നമ്മൾ ജീവിതത്തിൽ മുന്നേറണമെന്നാണ്. അതുപോലെ തന്നെയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചെയ്തത്. അതുപോലെ ഒരു വിജയം നിങ്ങൾക്കും നേർന്നുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ട് നമ്മുടെ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കണ്ടന്റുകൾ നിർദ്ദേശിക്കാനുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ നിർദ്ദേശിക്കുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതിൽ നല്ല പുതിയ വീഡിയോ ഉണ്ടെങ്കിൽ വീണ്ടും കാണാം. ബൈ.